ബെസ്റ്റ് ബെറ്റ് PSC എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ടോപ്പിക്ക് തുടങ്ങുകയാണ്. ഈ ടോപ്പിക്കിന്റെ പേര് പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ്. നിങ്ങൾ ഇംഗ്ലീഷിലെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമതായി വരുന്ന ഒരു ഭാഗമാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഈ പാർട്സ് ഓഫ് സ്പീച്ചിലെ നൗൺ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നൗണുമായി ബന്ധപ്പെട്ട് 10th ലെവൽ എക്സാം മുതൽ ഡിഗ്രി ലെവൽ എക്സാം വരെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ ചോദ്യങ്ങളും എല്ലാ കോൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നൗണുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ക്ലാസ്സാണിത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ടോപ്പിക്കാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് നൗൺ ആൻഡ് അഡ്ജക്റ്റീവ്. PSC സാധാരണ ഒരു വേർഡ് തരും, എന്നിട്ട് ഇതിനകത്ത് പാർട്സ് ഓഫ് സ്പീച്ചിലെ ഏത് ഭാഗമാണ് എന്ന് ചോദിക്കും. പാർട്സ് ഓഫ് സ്പീച്ചിലെ നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, ആഡ്വർബ് ആണോ, കൺജങ്ഷൻ ആണോ എന്ന് ചോദിക്കും. നിങ്ങൾ ശരിയായിട്ടുള്ള വേർഡ് എഴുതണം. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണിത്. PSC ചോദിക്കുന്ന 90% വേർഡ്സും നമുക്ക് ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ആ ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കാം. താഴെ പറയുന്ന സഫിക്സിൽ അവസാനിക്കുന്ന വാക്കുകൾ, ഈ സഫിക്സിൽ അവസാനിക്കുന്നത് നൗൺ ആയിരിക്കും, ഈ സഫിക്സിൽ അവസാനിക്കുന്നത് അഡ്ജക്റ്റീവ് ആയിരിക്കും. അപ്പം എന്താണ് സഫിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു വേർഡ്, ആ വേർഡിന്റെ അർത്ഥത്തെ മോഡിഫൈ ചെയ്യുന്നതിനായി അതിന്റെ അവസാനം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേർഡ്, ആ വേർഡിന്റെ മുമ്പിലാണ് വാക്കുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പ്രിഫിക്സ് എന്ന് പറയും. അപ്പോൾ പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് എന്നാണ് അർത്ഥം. ഒരു വേർഡിന്റെ മുമ്പിൽ ഉപയോഗിക്കുന്നു. സഫിക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിന്റെ അവസാനമായിരിക്കും വരുന്നത്. ഇവിടെ ഇത്രയും സഫിക്സുകൾ നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ സഫിക്സിൽ അവസാനിച്ചു കഴിഞ്ഞാൽ, ഒരു വേർഡിന്റെ അവസാനം ഈ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് നൗണായിട്ടും, ഈ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ, ഒരു വേർഡിന്റെ അവസാനം ഇത്രയും വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവായിട്ട് നമുക്ക് എഴുതാം. നൗണുമായി ബന്ധപ്പെട്ട സഫിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു വേർഡിന്റെ അവസാനം NESS എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നൗൺ എന്ന് എഴുതണം. ഒരു വേർഡിന്റെ അവസാനം NESS വന്നു കഴിഞ്ഞാൽ അത് നൗൺ ആണ്. ഒരു വേർഡിന്റെ അവസാനം NCE എന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ അത് നൗൺ ആണ്. ഒരു വേർഡ് ENCY അവസാനിച്ചു കഴിഞ്ഞാൽ അത് നൗൺ ആണ്. പിന്നെ ഒരു വേർഡിന്റെ അവസാനം MEND എന്ന് വന്നു കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമാണ്. പിന്നെ ISM എന്ന് വന്നു കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമാണ്. ഒരു വേർഡിന്റെ അവസാനം ഷിപ്പ് ഷിപ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമാണ്. ഒരു വേർഡിന്റെ അവസാനം ഷൻ, അത് TION. ഒരു വേർഡിന്റെ അവസാനം TION എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമാണ്. ഒരു വേർഡിന്റെ അവസാനം ITY എന്ന് വന്നു കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമാണ്. ഒരു വേർഡിന്റെ അവസാനം ITY എന്ന് വന്നു കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? NESS, NCE, ENCY, MEND, ISM, ഷിപ്പ്, TION, ITY. ഇത്രയും വാക്കുകൾ, ഇത്രയും സഫിക്സുകൾ ഒരു വേർഡിന്റെ അവസാനം വന്നു കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമായിരിക്കും. അടുത്ത നോക്കി, ഒരു വേർഡിന്റെ അവസാനം നിങ്ങൾ OUS എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവ് ആയിരിക്കും. ഒരു വേർഡിന്റെ അവസാനം OUS എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവിന് ഉദാഹരണമായിരിക്കും. അതുപോലെ ഒരു വേർഡിന്റെ അവസാനം ENT എന്ന് വന്നാൽ അത് അഡ്ജക്റ്റീവാണ്. ഒരു വേർഡിന്റെ അവസാനം ABLE എന്ന് വന്നു കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവാണ്. ഏബിൾ എന്ന് വന്നു കഴിഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. ഒരു വേർഡിന്റെ അവസാനം LESS എന്ന് വന്നു കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ്. ഒരു വേർഡിന്റെ അവസാനം FUL എന്ന് വന്നു കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ്. ഒരു വേർഡിന്റെ അവസാനം AL എന്ന് വന്നു കഴിഞ്ഞാൽ, ALൽ അവസാനിച്ചു കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവിന് ഉദാഹരണമായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് വാക്കുകൾ? OUS, ENT, ABLE, LESS, FUL, AL. ഇത് സഫിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ അവസാനിച്ചു കഴിഞ്ഞാൽ ആ വേർഡ് അഡ്ജക്റ്റീവിന് ഉദാഹരണമായിരിക്കും. ഇത്രയും സഫിക്സ് കാണാതെ പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദ വേർഡ് എഡ്യൂക്കേഷൻ ഈസ്. എഡ്യൂക്കേഷൻ എന്ന വേർഡ് അഡ്ജക്റ്റീവ് ആണോ, വെർബ് ആണോ, നൗൺ ആണോ, കൺജങ്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം നമുക്കറിയാം, ഈ വേർഡ് നോക്കാം. എഡ്യൂക്കേഷൻ എന്ന വേർഡ് അല്ലേ TION അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വേർഡ് TION അവസാനിച്ച് കഴിഞ്ഞാൽ അത് എന്തിന് ഉദാഹരണമാണ്? നൗണിന് ഉദാഹരണമാണ് അല്ലേ. TION അവസാനിച്ച് കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമാണ്. അപ്പോൾ TION അവസാനിച്ചു,
അപ്പോൾ ഇത് എന്തിനു ഉദാഹരണമാണ്? ഇത് നൗൺ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വേർഡ് എന്തിനു ഉദാഹരണമാണ്? ഇതൊരു നൗണിന് ഉദാഹരണമാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ വേർഡ് ജനറസ് ഈസ്. ജനറസ് എന്ന് പറയുന്ന വേർഡ് എന്തിനു ഉദാഹരണമാണ്? അഡ്ജക്റ്റീവ് ആണോ, വെർബാണോ, നൗൺ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ജനറസ് അവസാനിച്ചിരിക്കുന്നത് OUS എന്ന് പറയുന്ന സഫിക്സിലാണ് അവസാനിച്ചിരിക്കുന്നത്. OUX എന്ന സഫിക്സിലാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ OUS വരുമ്പോൾ എന്തായിരിക്കും? അഡ്ജക്റ്റീവ്. OUS വന്നു കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ്. അപ്പോൾ ജനറസ് എന്ന് പറയുന്ന വേർഡ് അത് അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ്. അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ്. മൂന്നാമത്തെ ചോദ്യം. ദ വേർഡ് അസംഷൻ ഈസ്. ദ വേർഡ് അസംഷൻ ഈസ്. അസംഷൻ എന്ന് പറയുന്ന വേർഡ് എന്തിനു ഉദാഹരണമാണ്? അഡ്ജക്റ്റീവ് ആണോ, വെർബാണോ, നൗൺ ആണോ, നൺ ഓഫ് ദീസ് ആണോ? അസംഷനും അവസാനിച്ചിരിക്കുന്നത് TION എന്ന് പറയുന്ന സഫിക്സിലാണ് അവസാനിച്ചിരിക്കുന്നത്. TION എന്ന സഫിക്സിൽ അവസാനിച്ചിരിക്കുന്നു അസംഷൻ എന്ന് പറയുന്ന വേർഡ്. TION എന്ന സഫിക്സിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അത് എന്തിനു ഉദാഹരണമാണ്? നൗണിന് ഉദാഹരണമാണ്. എന്തിനു ഉദാഹരണമാണ്? നൗണിന് ഉദാഹരണം. അസംഷൻ എന്ന് പറയുന്ന വേർഡ് നൗണിന് ഉദാഹരണമാണ്. നാലാമത്തെ ചോദ്യം. ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന വേർഡ് എന്തിനു ഉദാഹരണമാണ്? നൗണാണോ, അഡ്ജക്റ്റീവ് ആണോ? ഇപ്പോൾ ഒരു വേർഡ് ഷിപ്പിൽ അവസാനിച്ചു കഴിഞ്ഞാൽ, SHIP, ഷിപ്പിൽ അവസാനിച്ചു കഴിഞ്ഞാൽ എന്തിനു ഉദാഹരണമാണ്? അത് നൗണിന് ഉദാഹരണം. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് നൗണിന് ഉദാഹരണമാണ്. ഷിപ്പിൽ അവസാനിച്ചതുകൊണ്ട് നൗണിന് ഉദാഹരണമാണ്. അടുത്ത ഇന്റലിജന്റ്. ഇന്റലിജന്റ് ENT എന്ന സഫിക്സിൽ അവസാനിച്ചിരിക്കുന്നു. ENT എന്ന സഫിക്സ് വന്നു കഴിഞ്ഞാൽ അത് എന്തിനു ഉദാഹരണമാണ്? ENT എന്ന സഫിക്സ് അത് അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ് അല്ലെ? ENT എന്ന സഫിക്സ് അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത് അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ്. അടുത്ത നോക്കിയേ. ഇന്റലിജൻസ്. ഇന്റലിജൻസ് ഇവിടെ എന്താണ്? NCEയിലാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ NCEയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമാണ്. അത് എന്തിനു ഉദാഹരണമാണ്? നൗണിന്. അപ്പോൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നൗണിന് ഉദാഹരണമാണ്. എന്നാൽ ഇന്റലിജന്റ് എന്ന് പറയുന്നത് അത് അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ്. ആറാമത്തെ ചോദ്യം നോക്കാം. കേപ്പബിൾ. കേപ്പബിൾ ABLE ഏബിൾ. ഏബിളിൽ അവസാനിച്ചു കഴിഞ്ഞാൽ എന്തിനു ഉദാഹരണമാണ്? ഏബിൾ അഡ്ജക്റ്റീവ് അല്ലെ? അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ്. അപ്പോൾ കേപ്പബിൾ അഡ്ജക്റ്റീവ് ആണ്. അടുത്ത ഏഴാമത് നോക്കാം. കെയർലെസ്നെസ്. കെയർലെസ്നെസ് ഇതിന്റെ സഫിക്സ് ഏതാ? നെസ്. NESS അവസാനിച്ചാൽ അത് എന്ത് ഉദാഹരണമാണ്? അത് നൗണിന് ഉദാഹരണമാണ്. അപ്പോൾ കെയർലെസ്നെസ് എന്ന് പറയുന്നത് നൗണിന് ഉദാഹരണമാണ്. എന്നാൽ കെയർലെസ് എന്ന് പറയുന്ന വേർഡാണെങ്കിലോ കെയർലെസ്, ലെസ്സിൽ അവസാനിച്ചു കഴിഞ്ഞാൽ എന്ത് ഉദാഹരണമാണ്? LESS. ലെസ്സിൽ അഡ്ജക്റ്റീവ് ആണ് അല്ലേ? അപ്പോൾ കെയർലെസ് ആണെങ്കിൽ അത് അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ്. കെയർലെസ് വന്നാൽ അഡ്ജക്റ്റീവ് ആണ്. അടുത്ത നോക്കാം. എഗ്രിമെന്റ്. എഗ്രിമെന്റിന്റെ സഫിക്സ് ഏതാ? MENT. മെന്റിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ഉദാഹരണമാണ്? മെന്റിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമാണ് അല്ലെ? മെന്റിൽ അവസാനിച്ചാൽ അത് നൗണിന് ഉദാഹരണമാണ്. അപ്പം എഗ്രിമെന്റ് എന്ന് പറയുന്നത് നൗണിന് ഉദാഹരണമാണ്. ഒമ്പതാമത്തെ ചോദ്യം. ഫ്ലുവൻസി. ഫ്ലുവൻസി ENCYയിൽ അവസാനിച്ചിരിക്കുകയാണ്. ENCYയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? അത് നൗണിന് ഉദാഹരണമാണ്. അപ്പോൾ ഫ്ലുവൻസി എന്ന് പറയുന്നത് നൗണാണ് അല്ലേ? ENCY നൗണിന് ഉദാഹരണമാണ്. അടുത്ത വേർഡ് പത്താമത് നോക്കാം. അട്രോഷ്യസ് എന്ന് പറയുന്ന വേർഡ്. അട്രോഷ്യസ് എന്ന് പറയുന്ന വേർഡ് OUSൽ അവസാനിച്ചിരിക്കുകയാണ്. OUSൽ. അപ്പോൾ OUSൽ അവസാനിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ഉദാഹരണമാണ്? അത് അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ് അല്ലേ? അപ്പോൾ OUSൽ അവസാനിച്ചു കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ്. അടുത്ത് നോക്കിയേ. അട്രോസിറ്റി. എന്നാൽ അട്രോസിറ്റി ആണെങ്കിലോ ITY അല്ലെ? ITYയിൽ അവസാനിച്ചിരിക്കുകയാണ്. അത് എന്തിന് ഉദാഹരണമാണ്? അത് നൗണിന് ഉദാഹരണമാണ്. ITYയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമാണ്. 11ാമത്തെ ചോദ്യം നോക്കാം. ജനറോസിറ്റി. ജനറോസിറ്റി അവസാനിക്കുന്നത് ITY എന്ന സഫിക്സിലാണ് അല്ലെ? ITY എന്ന് പറയുന്ന സഫിക്സ് വന്നു കഴിഞ്ഞാൽ അത് എന്തിന് ഉദാഹരണമാണ്? നൗണിന് ഉദാഹരണമാണ്. ITY എന്ന സഫിക്സ് നൗണ്. പെർഫോമൻസ്. പെർഫോമൻസ് എന്ന വാക്ക് NCEയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമാണ്. ഇതും നൗണാണ്. പെർഫോമൻസും നൗണിന് ഉദാഹരണമാണ്. 13ാമത്തെ വേർഡ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ TION സഫിക്സിൽ അവസാനിച്ചു. TION സഫിക്സ് വന്നു കഴിഞ്ഞാൽ അത് നൗണിന് ഉദാഹരണമാണ്.
പ്രൊഡക്ഷൻ എന്ന് പറയുന്ന വേർഡ് അതൊരു നൗണിന് ഉദാഹരണമാണ്. നമ്മളിപ്പം പഠിച്ചത് ഒരു നൗണിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നാണ്. അതിനുശേഷം നൗൺ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ PSC പരീക്ഷ ഒരിക്കലും നൗൺ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ് അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. പക്ഷേ നൗൺ എന്ന ആശയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നൗൺ, അത് നമുക്കത് നോക്കാം. എന്താണ് നൗൺ? നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗൺ എന്ന് പറഞ്ഞാൽ അത് പേരാണ്, ഒരു പേരാണ്. നൗൺ എന്ന് പറഞ്ഞാൽ അത് ഒരു പേരാണ്. ഈ പേര് ഒരു വ്യക്തിയുടെ പേരാകാം, അല്ലെങ്കിൽ വ്യക്തിയാകാം. ഒരു സ്ഥലത്തിന്റെ പേരാകാം, അല്ലെങ്കിൽ സ്ഥലമാകാം. ഒരു സാധനത്തിന്റെ പേരാകാം, അല്ലെങ്കിൽ സാധനമാകാം. ഞാൻ ഒന്നും കൂടെ പറയാം, ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഒരു വ്യക്തിയുടെ പേരാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം. ഒരു സ്ഥലത്തിന്റെ പേരാകാം, അല്ലെങ്കിൽ സ്ഥലമാകാം. ഒരു സാധനത്തിന്റെ പേരാകാം, അല്ലെങ്കിൽ സാധനമാകാം. രണ്ടാമത് നോക്കി, ഒരു കൂട്ടത്തെ, ഒരു ഗ്രൂപ്പിനെ പൊതുവായിട്ട് പറയുന്ന പേരും നൗൺ എന്നാണ്. ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ പൊതുവായി പറയുന്നതിന് ഉപയോഗിക്കുന്ന വേർഡ് അതെന്താണ്? അതൊരു നൗണാണ്. കാണാനും തൊടാനും സാധിക്കാത്തവയുടെ പേരുകളും നൗണാണ്. ഒന്നുകൂടെ പറയാം, നമുക്ക് കാണാനും തൊടാനും സ്പർശിക്കാനും സാധിക്കാത്തവയുടെ പേരുകളും നൗണിന് ഉദാഹരണമാണ്. ഒരു ആശയം, ഒരു വികാരം, ഒരു ചിന്ത, അതായത് ഒരു ഐഡിയ, ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ്, തോട്ട്, ഇവയുടെ പേരുകളും നൗണാണ്. ഒരു ആശയം, ഒരു വികാരം, ഒരു ചിന്ത, ഇവയുടെ പേരുകളും എന്തിന് ഉദാഹരണമാണ്? നൗണിന് ഉദാഹരണമാണ്. ഒരു വ്യക്തിയുടെ പേരാകാം, അല്ലെങ്കിൽ വ്യക്തിയാകാം. ഒരു സ്ഥലത്തിന്റെ പേരാകാം, അല്ലെങ്കിൽ സ്ഥലമാകാം. ഒരു സാധനത്തിന്റെ പേരാകാം, അല്ലെങ്കിൽ സാധനമാകാം. ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ പൊതുവായിട്ട് പറയുന്ന പേര് നൗണാണ്. കാണാനും തൊടാനും സാധിക്കാത്ത വസ്തുക്കളുടെ പേരുകൾ അതും നൗണിന് ഉദാഹരണമാണ്. പിന്നെ ഒരു ആശയമാകാം, വികാരമാകാം, ചിന്തയാകാം. ഇവയുടെ പേരുകൾ അല്ലെങ്കിൽ ഇവയും എന്തിനുദാഹരണമാണ്? ഒരു നൗണിന് ഉദാഹരണമാണ്. അപ്പൊ ഇതിന്റെ ആ ഡെഫിനിഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. PSC പരീക്ഷകൾക്ക് ചോദ്യം വരുന്നത് ഇതിനുള്ളിൽ നിന്നാണ്. ഈ ഒരു ഡെഫിനിഷനുള്ളിൽ നിന്നാണ് PSC പരീക്ഷകൾക്ക് സാധാരണയായി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നൗൺ ടൈപ്സ്. നൗൺ എത്ര തരത്തിലുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു സെറ്റ് നൗൺ പഠിക്കാം. ഇതിൽ 3 നൗൺസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ. ഓക്കെ, എന്താണ് പ്രോപ്പർ നൗൺ എന്ന് പറയാം? പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ പേര്. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേര്, പേരിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഈ പ്രോപ്പർ നൗൺ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും എഴുതുന്നത്. ഒരു പ്രോപ്പർ നൗൺ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്ററായിരിക്കും തുടങ്ങുന്നത്, അല്ലെ? നിങ്ങൾ നിങ്ങളുടെ ഒരു പേര് എഴുതുകയാണ്, അത് ആദ്യത്തെ ലെറ്റർ എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഒരു പേരിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കോമൺ നൗൺ. കോമൺ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പൊതുവായിട്ടുള്ളത് എന്നാണ്. കോമൺ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ളത്, ജനറൽ, പൊതുവായി വിളിക്കപ്പെടുന്ന പേരുകളെ നമ്മൾ കോമൺ നൗൺ എന്ന് പറയും. ഈ എക്സ്പ്ലനേഷൻ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആവും. അതായത് പൊതുവായി വിളിക്കപ്പെടുന്ന പേര്, അതിനെ കോമൺ നൗൺ എന്ന് പറയും, ജനറലി വിളിക്കുന്ന പേര്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്ന പേര്, ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പേര്, അതിന് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. നിങ്ങൾക്ക് ഒരു ടീച്ചറായി ജോലി കിട്ടിയെന്ന് സങ്കല്പിക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ്സിലോട്ട് പോവുകയാണ്. അപ്പം ആ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. നിങ്ങൾ ഒരു ആൺകുട്ടിയെ സെലക്ട് ചെയ്യുക. അവൻ്റെ അടുത്ത് എന്താണ് അവൻ്റെ പേര് എന്ന് ചോദിക്കുന്നു. അപ്പോഴവൻ ഒരു പേര് നിങ്ങളുടെ അടുത്ത് പറയുന്നു. അടുത്ത ആൺകുട്ടിയുടെ അടുത്ത് അവൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുന്നു. അവൻ എൻ്റെ ആൻസർ പറയുന്നു. അടുത്ത ഒരു പെൺകുട്ടിയായിരിക്കും ഇരിക്കുന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത് നിങ്ങൾ അവളുടെ പേര് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവിടെ അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളടുത്ത് പറഞ്ഞ പേര്, ആ പേരാണ് പ്രോപ്പർ നൗൺ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലോട്ട് കയറി ഒരു കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ആൺകുട്ടികളുടെ അടുത്തും പെൺകുട്ടികളുടെ അടുത്തും പേര് ചോദിക്കുന്നു. അപ്പോൾ ആ ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അവര് നിങ്ങളടുത്ത് പറഞ്ഞ അവരുടെ പേര്, ആ പേരിനെ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നു.
ആ പേരാണ് പ്രോപ്പർ നൗൺ. എന്തിന്റെ പേരാ പറഞ്ഞത്? ഒരു ആൺകുട്ടിയുടെ പേരായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പേരായിരിക്കും പറഞ്ഞത്, അല്ലേ? അപ്പൊ എന്തിന്റെ പേരാണ് എന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ട്. എന്തിന്റെ പേരാണ്? ഒരു ആൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടേത്. അപ്പൊ ആ എന്തിന്റെ എന്ന് ആൻസർ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നു. അതായത് പ്രോപ്പർ നൗണിന്റെ കൂടെ നിങ്ങൾ എന്തിന്റെ എന്ന് ചോദിക്കുമ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ, ആ ആൻസറിനെ നമ്മൾ കോമൺ നൗൺ എന്ന് പറയും. ഇവിടെ നമ്മൾ ജീവനുള്ള ഒരു വസ്തുവിന്റെ പേരാണ് ചോദിച്ചത്, അല്ലെ? ജീവനുള്ള ഒരു വസ്തുവിന്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് ആൺകുട്ടി പെൺകുട്ടി ഒരു ജീവനുള്ള വസ്തുവാണ്. ഇനി നമുക്ക് ജീവൻ ഇല്ലാത്ത ഒരു വസ്തു എടുക്കാം. അത് നമുക്കൊരു പേന എടുക്കാം. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ലെക്സിയുടെ പേനയാണെന്ന് വിചാരിച്ചു. ലെക്സി എന്ന പേനയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, എന്തിന്റെ പേനയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്? എന്തിന്റെ പേന കൊണ്ടാണ് ഞാൻ എഴുതുന്നത്? അപ്പൊ നമുക്ക് പറയാം ലെക്സിയുടെ പേന. അതായത് ജീവനില്ലാത്ത ഒരു വസ്തുവിന്റെ കൂടെ നമ്മൾ എന്തിന്റെ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ആൻസർ കിട്ടും. അതായിരിക്കും അതിന്റെ പ്രോപ്പർ നൗൺ. ഇനി ആ പ്രോപ്പർ നൗൺ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കത് കോമൺ നൗൺ ആക്കാൻ പറ്റും. അതായത് ലെക്സി എന്താണ്? അതൊരു പേനയാണ്. വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ, ആ ഫോൺ ഒരു മൊബൈൽ ഫോൺ. എന്തിന്റെ ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? എന്തിന്റെ, അതായത് ഏത് കമ്പനി എന്നുള്ള അർത്ഥത്തിൽ എന്തിന്റെ ഫോണാണ്? അപ്പൊ നിങ്ങളുടെ ആൻസർ എങ്ങനെ വരാം? സാംസങ്, ഐഫോൺ, ഒപ്പോ, വിവോ. അപ്പോൾ എന്തിന്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ പേര് പറയും, നിങ്ങളൊരു പേര് പറയും. അപ്പൊ നമ്മൾ ആ വസ്തുവിന്റെ കൂടെ എന്തിന്റെ എന്ന് ചോദിച്ചപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. ആ ആൻസർ ആണ് പ്രോപ്പർ നൗൺ. ഇനി നിങ്ങൾ ആ പ്രോപ്പർ നൗണിന്റെ കൂടെ എന്താണ് എന്ന് ചോദിച്ചാണ്. അതായത് സാംസങ് എന്നുള്ളത് എന്താണ്? സാംസങ് എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഒപ്പോ എന്ന് പറയുന്നത് എന്താണ്? ഒപ്പോ എന്ന് പറയുന്നത് ഒരു ഫോണാണ്. ഇനി വിവോ എന്ന് പറയുന്നത് എന്താണ്? വിവോ എന്ന് പറയുന്നത് ഒരു ഫോണാണ്. അപ്പോൾ ആ പ്രോപ്പർ നൗണിന്റെ കൂടെ നിങ്ങൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? കോമൺ നൗൺ കിട്ടി. ചുരുക്കി പറഞ്ഞാൽ പ്രോപ്പർ നൗണായ ഒരു നൗണിന്റെ കൂടെ നിങ്ങൾ അത് എന്താണ് എന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? അത് കോമൺ നൗൺ ആയിരിക്കും. ഇനി നമ്മൾ ക്ലാസ് റൂമിലോട്ട് തിരിച്ചു വന്നാൽ ആ ക്ലാസ് റൂമിൽ ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട്. ആൺകുട്ടികൾക്കും പേരുണ്ട് പെൺകുട്ടികൾക്കും പേരുണ്ട്. അപ്പൊ പേരിന് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയും. എന്തിന്റെ പേരാണ് പറയുന്നത്? ഒരു ആൺകുട്ടിയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പേര്. അപ്പൊ അതിന് നമ്മൾ കോമൺ നൗൺ എന്ന് പറയും. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് കോമൺ നൗണിന്റെ പ്ലൂറൽ ഫോമാണ്. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് കോമൺ നൗണിനെ പ്ലൂറൽ ആക്കുമ്പോൾ, ഒരുപാട് കോമൺ നൗണുകൾ ചേരുമ്പോൾ നമുക്ക് കളക്റ്റീവ് നൗൺ കിട്ടും. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ അതൊരു പേരാണ്. ഇനി എന്തിന്റെ പേരാണ്? ഇപ്പോൾ പ്രോപ്പർ നൗണിന്റെ കൂടെ നമ്മൾ എന്തിന്റെ പേരാണ് എന്ന് ചോദിക്കുക. അപ്പോഴൊരു കിട്ടുന്ന ആൻസർ കോമൺ നൗൺ ആയിരിക്കും. പ്രോപ്പർ നൗണിന്റെ കൂടെ നമ്മൾ എന്തിന്റെ പേര് എന്ന് ചോദിക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ കോമൺ നൗണിന് ഉദാഹരണമായിരിക്കും. കളക്റ്റീവ് നൗൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കളക്റ്റീവ് നൗൺ ആദ്യം നമ്മൾ കളക്റ്റീവ് നൗൺ എഴുതും. അതിനുശേഷം ഓഫ് എഴുതും. കളക്റ്റീവ് നൗൺ എഴുതും, അതിനുശേഷം ഓഫ് എഴുതും, അതിനുശേഷം പ്ലൂറൽ ഫോം എഴുതും. ആരുടെ പ്ലൂറൽ ഫോം? ഈ കോമൺ നൗണിന്റെ പ്ലൂറൽ ഫോം എഴുതും. കളക്റ്റീവ് നൗൺ ആദ്യം എഴുതും, അതിനുശേഷം ഓഫ് എഴുതും, അതിനുശേഷം പ്ലൂറൽ ഫോം ഓഫ് കോമൺ നൗൺ. ഈ കോമൺ നൗണിന്റെ പ്ലൂറൽ ഫോം ആയിരിക്കും നമ്മൾ കളക്റ്റീവ് നൗണിൽ എഴുതുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു പുകയായിട്ട് ഇരിക്കുകയാണെന്ന് അറിയാം. എന്നാൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. റോസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫ്ലവറിന് ഉദാഹരണമാണ്, അല്ലെ? ഒരു പൂവിന് ഉദാഹരണമാണ് റോസ് എന്ന് പറയുന്നത്. ഒരു പൂവിന്റെ പേരാണ് ജാസ്മിൻ. ലോട്ടസ് അതും എന്തിന് ഉദാഹരണമാണ്? ഒരു ഫ്ലവറിന് ഉദാഹരണമാണ്. അതായത് ഒരു ഫ്ലവറിന്റെ പേരാണ് ലോട്ടസ്. അപ്പോൾ ഫ്ലവർ, ഈ ഫ്ലവറിന്റെ പേരാണ് റോസ്, ജാസ്മിൻ, ലോട്ടസ്. ഈ പേരുകളെ നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയും.
ഈ പേരുകൾ എന്താണ്? അത് ഫ്ലവേഴ്സ് ആണ്. അപ്പൊ അതിന് നമ്മൾ കോമൺ നൗൺ എന്ന് പറയും. ഈ പേരുകൾ പ്രോപ്പർ നൗൺ അത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ നമുക്ക് കോമൺ നൗൺ ആയിരിക്കും. ഈ പേരുകൾ റോസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫ്ലവർ ആണ്. അപ്പോൾ അത് കോമൺ നൗൺ. ജാസ്മിൻ എന്ന് പറയുന്നത് എന്താണ്? ജാസ്മിൻ ആ ഒരു പ്രോപ്പർ നൗൺ. ജാസ്മിൻ എന്ന പ്രോപ്പർ നൗൺ എന്താണ്? അതൊരു ഫ്ലവർ ആണ്. അപ്പോൾ അത് കോമൺ നൗൺ. ലോട്ടസ് അത് എന്താണ്? അതൊരു ഫ്ലവറിന് ഉദാഹരണമാണ് അല്ലേ. അപ്പോൾ ഫ്ലവർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് കോമൺ നൗൺ കിട്ടുന്നത്. ഞാൻ നിങ്ങളടുത്ത് കുറച്ച് ബുക്സിന്റെ പേര് പറയാണ്. കുറച്ച് ബുക്കിന്റെ പേര് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയുന്നു? ഇപ്പോൾ ഒരാൾ ഇപ്പൊ ഹാംലെറ്റ് എന്ന് പറയുന്നു. ഒരു ബുക്കിന്റെ പേരാണ് ഹാംലെറ്റ്. അതുപോലെ ഒരു ബുക്കിന്റെ പേരാണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ്. അതുപോലെ ഒരു ബുക്കിന്റെ പേരാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. അപ്പം എന്തിന്റെ പേരാണ്? ഒരു ബുക്കിന്റെ പേരാണ്. അപ്പൊ ഇവിടെ ബുക്ക് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? കോമൺ നൗൺ ആയിട്ട് മാറി. എന്തിന്റെ എന്നുള്ള ആൻസർ വന്നപ്പോൾ അത് എന്തായിട്ട് മാറി? കോമൺ നൗൺ ആയിട്ട് മാറി. ഓക്കെ, ഇനിയായിട്ട് നോക്കിയേ, കളക്റ്റീവ് നൗൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ഓഫ് കോമൺ നൗൺ ആണ് കളക്റ്റീവ് നൗൺ ആവുന്നത്. അതായത് ഫ്ലവേഴ്സ് പൂക്കളുടെ കൂട്ടം. പൂക്കളുടെ കൂട്ടത്തെ എന്ത് പറയും? എ ബഞ്ച് എന്ന് പറയാം. എ ബഞ്ച് ഓഫ്, ഇതിന്റെ പ്ലൂറൽ ഫോം ഫ്ലവേഴ്സ്. എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ഇവിടെ ഈ ബഞ്ച് എന്നുള്ളതാണ് കളക്റ്റീവ് നൗൺ. ഈ ബഞ്ച് മാത്രമല്ല, ഫ്ലവേഴ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് ബൊക്കെ എന്നും പറയാം. എന്തെന്നും പറയാം? ബൊക്കെ. എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ഇങ്ങനെയും പറയാം. എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ ഫ്ലവേഴ്സിന്റെ കൂട്ടം, ഗ്രൂപ്പ്, ആ കൂട്ടത്തെ നമ്മൾ ബൊക്കെ എന്ന് പറയും. ഈ ബൊക്കെ കളക്റ്റീവ് നൗണിന് ഉദാഹരണമാണ്. ബഞ്ച് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗണിന് ഉദാഹരണമാണ്. അപ്പോൾ കോമൺ നൗണിന്റെ കൂട്ടം, പ്ലൂറൽ ഫോമാണ് കളക്റ്റീവ് നൗണിൽ വരുന്നത്. ബുക്കാണെങ്കിലോ ഒരുപാട് ബുക്കുകളുടെ ഒരു കൂട്ടത്തെ പൈൽ എന്ന് പറയും. എന്ത് പറയും? പൈൽ എന്ന് പറയും. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? എ പൈൽ ഓഫ് ഇതിന്റെ പ്ലൂറൽ ഫോം എഴുതണം. ബുക്സ്. ബുക്കുകളുടെ കൂട്ടമല്ലേ, ഒരുപാട്, ഇതിന്റെ പ്ലൂറൽ ഫോം അല്ലേ ബുക്സ്. എ പൈൽ ഓഫ് ബുക്സ് എന്ന് പറയാം. PSC പരീക്ഷകൾക്ക് കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതായത് ഇതിന് അനുയോജ്യമായ കളക്റ്റീവ് നൗൺ ഏതാണ് എന്ന് എഴുതാനായിട്ട് ചോദിക്കും. അപ്പം ഡാഷ് ഓഫ് ആൻഡ്സ്. ഇവിടെ ആൻഡ്സ് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ് അല്ലെ, പ്ലൂറൽ ഫോം ആണ്. കളക്റ്റീവ് നൗണിൽ ഓഫിന് ശേഷം എപ്പോഴും കോമൺ നൗണിന്റെ പ്ലൂറൽ ഫോം ആയിരിക്കും എഴുതുന്നത്. ഇവിടെ എല്ലാം പ്ലൂറൽ ഫോമാണ് എഴുതാനുള്ളത്. എന്നാൽ കളക്റ്റീവ് നൗണിന്റെ സിംഗുലർ ഫോം മാത്രമേ ഇവിടെ എഴുതാവുള്ളൂ. ഇവിടെ കളക്റ്റീവ് നൗണിന്റെ സിംഗുലർ ഫോം ആദ്യം എഴുതണം. ഓഫിന് ശേഷം കോമൺ നൗണിന്റെ പ്ലൂറൽ ഫോം വരും. ഇവിടെ ആൻ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സിംഗുലർ ഫോം മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ ഇവിടെ. അതുപോലെ ഒരു കളക്റ്റീവ് നൗൺ എപ്പോഴും സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്, ഏകവചനമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇവിടെ നോക്കാം, ഡാഷ് ഓഫ് ആൻഡ്സ്. ആൻഡ്സിന്റെ കൂട്ടത്തിന് എന്തു പറയും? ആർമി ഓഫ് ആൻഡ്സ്. ആർമി ഓഫ് ആൻഡ്സ് എന്നാണ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, എ ഡാഷ് ഓഫ് പോലീസ്മെൻ. പോസ് എന്ന് പറയും. എ പോസ് ഓഫ് പോലീസ്മെൻ. എ ഡാഷ് ഓഫ് ഫ്ലൈസ്. സ്വാം ഓഫ് ഫ്ലൈസ്. നാലാമത്തെ ചോദ്യം, എ ഡാഷ് ഓഫ് സെയിലേഴ്സ്. ക്രൂ ഓഫ് സെയിലേഴ്സ്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം, എ ഡാഷ് ഓഫ് ബ്രെഡ്. ഈ ബ്രെഡ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് എസ് എന്ന് ചേർത്ത് കളയല്ലേ. അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നത്, എസ് ചേർക്കരുത്. ഭക്ഷണ സാധനങ്ങൾ അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നൗൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ബ്രെഡ് എന്ന് പറയുന്നത് എസ് ചേർക്കരുത്, അൺകൗണ്ടബിൾ നൗൺ ആണിത്. അപ്പോൾ ഇവിടെ എന്താണ്? എ ഡാഷ് ഓഫ് ബ്രെഡ്. ആൻസർ എന്താണ്? എ ലോഫ് ഓഫ് ബ്രെഡ് എന്നാണ്. അതുപോലെ എ ഡാഷ് ഓഫ് ഫിഷ്. ഫിഷിന്റെ പ്ലൂറലും ഫിഷ് തന്നെയാണ്. ഫിഷിന്റെ പ്ലൂറൽ ഫോമും ഫിഷ് തന്നെയാണ്.
എ ഡാഷ് ഓഫ് ഫിഷ്, എ ഷോൾ ഓഫ് ഫിഷ്, ഷോൾ ഓഫ് ഫിഷ്. ഷോൾ എന്ന് മാത്രമല്ല സ്കൂൾ എന്നും ആൻസർ പറയും കേട്ടോ. സ്കൂൾ എന്നും പറയാറുണ്ട്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ സ്കൂൾ എന്നാണ് തന്നിരുന്നത്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഷോൾ എന്നാണ് തന്നിരുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഫിഷിന്റെ കളക്റ്റീവ് നൗണാണ്. ഇത് രണ്ടും ശരിയാണ്. ഏഴാമത്തെ ചോദ്യം, എ ഡാഷ് ഓഫ് ലയൺസ്, എ ഡാഷ് ഓഫ് ലയൺസ്, സിംഹങ്ങളുടെ കൂട്ടം. എ ഡാഷ് ഓഫ് ലയൺസ്. പ്രൈഡ്, എ പ്രൈഡ് ഓഫ് ലയൺസ്. പ്രൈഡ് എന്ന് പറയും, എ പ്രൈഡ് ഓഫ് ലയൺസ്. എ ഡാഷ് ഓഫ് പപ്പീസ്, എ ഡാഷ് ഓഫ് പപ്പീസ്, പട്ടിക്കുട്ടികളുടെ കൂട്ടം അല്ലെ. പപ്പീസ് എന്തു പറയും? ലിറ്റർ, ലിറ്റർ ഓഫ് പപ്പീസ്, ലിറ്റർ ഓഫ് പപ്പീസ്. എ ഡാഷ് ഓഫ് ഡിയർ, എ ഡാഷ് ഓഫ് ഡിയർ. ഹേർഡ് ഓഫ് ഡിയർ, എ ഹേർഡ് ഓഫ് ഡിയർ. ചിലപ്പോൾ ഡിയേഴ്സ് എന്ന് തരും, ഡിയേഴ്സ് ഇല്ല. ഡിയർ എന്ന് പറയുന്ന വാക്ക് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഡിയർ തന്നെയാണ് കേട്ടോ. മാൻ എന്ന് പറയുന്നത് സിംഗുലർ വേർഡും പ്ലൂറൽ വേർഡും ഡിയർ എന്ന് തന്നെയാണ്. ഡിയേഴ്സ് എന്ന് പറയുന്ന വാക്ക് എസ് ചേർത്ത് തരും, അത് എഴുതരുത്, തെറ്റാണ്. അടുത്തത്, ആൻഡ് ഡാഷ് ഓഫ് സോൾജിയേഴ്സ്, ആൻഡ് ഡാഷ് ഓഫ് സോൾജിയേഴ്സ്. ആർമി എന്ന് പറയാം അല്ലെ, ആർമി ഓഫ് സോൾജിയേഴ്സ്. 11ാമത്തെ ചോദ്യം, എ ഡാഷ് ഓഫ് ബീസ്, എ ഡാഷ് ഓഫ് ബീസ്. സ്വാം എന്ന് പറയും, സ്വാം ഓഫ് ബീസ്, എ സ്വാം ഓഫ് ബീസ്. 12ാമത്തത്, എ ഡാഷ് ഓഫ് കാറ്റിൽ, എ ഡാഷ് ഓഫ് കാറ്റിൽ. ഹേർഡ് എന്ന് പറയും, ഹേർഡ്, എ ഹേർഡ് ഓഫ് കാറ്റിൽ. 13ാമത്തത്, എ ഡാഷ് ഓഫ് വൂൾഫ്സ്, എ ഡാഷ് ഓഫ് വൂൾഫ്സ്. പാക്ക് എന്ന് പറയും, പാക്ക് ഓഫ് വൂൾഫ്സ്, എ പാക്ക് ഓഫ് വൂൾഫ്സ്. 14ാമത്തെ ചോദ്യം, എ ഡാഷ് ഓഫ് ഗൺസ്, എ ഡാഷ് ഓഫ് ഗൺസ്. ബാറ്ററി എന്ന് പറയും, ബാറ്ററി, എ ബാറ്ററി ഓഫ് ഗൺസ്, എ ബാറ്ററി ഓഫ് ഗൺസ്. 15ാമത്തത്, എ ഡാഷ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയും, എ ഡാഷ് ഓഫ് ഫ്ലവേഴ്സ്. എ ബഞ്ച്, ബഞ്ച് എന്ന് പറയാം, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ബഞ്ച് മാത്രമല്ല, ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ് എന്നും പറയാറുണ്ട്, ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്. ബൊക്കെ എന്നും പറയാറുണ്ട്, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ എന്താണ്? എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, എ ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്, എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. ബഞ്ചിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, BUNCH ആണ് ബഞ്ച് കേട്ടോ, BUNCH. 16ാമത്തെ ചോദ്യം, എ ഡാഷ് ഓഫ് ഷീപ്പ്, എ ഡാഷ് ഓഫ് ഷീപ്പ്. ഫ്ലോക്ക്, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. അല്ലെങ്കിൽ എന്തു പറയാം? എ ഹേർഡ് ഓഫ് ഷീപ്പ്, ഹേർഡ് ഓഫ് ഷീപ്പ് എന്ന് പറയാം. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് അല്ലെങ്കിൽ എ ഹേർഡ് ഓഫ് ഷീപ്പ്. എ ഡാഷ് ഓഫ് ലോക്കസ്റ്റ്, എ ഡാഷ് ഓഫ് ലോക്കസ്റ്റ്. ലോക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളിക്കാണ് പറയുന്നത് കേട്ടോ, വെട്ടുകിളി, വെട്ടുകിളിക്കാണ് ലോക്കസ്റ്റ് എന്ന് പറയുന്നത്. പ്ലേഗ്, എ പ്ലേഗ് ഓഫ് ലോക്കസ്റ്റ്. 18ാമത്തെ ചോദ്യം, എ ഡാഷ് ഓഫ് കാർഡ്, ഡെക്ക് ഓഫ് കാർഡ്. ഡെക്ക് എന്നും പറയാം, പാക്ക് എന്നും പറയാം. എ ഡെക്ക് ഓഫ് കാർഡ്സ് അല്ലെങ്കിൽ എ പാക്ക് ഓഫ് കാർഡ്സ്. എ ഡാഷ് ഓഫ് പ്ലെയേഴ്സ്, പ്ലെയേഴ്സിന്റെ കൂട്ടത്തെ ടീം എന്ന് പറയാം, എ ടീം ഓഫ് പ്ലെയേഴ്സ്, എ ടീം ഓഫ് പ്ലെയേഴ്സ്. അടുത്തത് 20, എ ഡാഷ് ഓഫ് ഡോൾഫിൻസ്, എ ഡാഷ് ഓഫ് ഡോൾഫിൻസ്. പോഡ് ഓഫ് ഡോൾഫിൻസ്, എ പോഡ് ഓഫ് ഡോൾഫിൻസ് എന്ന് പറയാം, ഡോൾഫിൻസിന്റെ കൂട്ടത്തെ പോഡ് എന്ന് പറയാം. എ ഡാഷ് ഓഫ് വെയിൽസ്, എ ഡാഷ് ഓഫ് വെയിൽസ്. തിമിംഗലത്തിന്റെ കൂട്ടത്തിൽ എന്ത് പറയാം? അതിനെയും പോഡ് എന്നാണ് പറയുന്നത്, പോഡ് ഓഫ് വെയിൽസ്, എ പോഡ് ഓഫ് വെയിൽസ്. എ ഡാഷ് ഓഫ് ബുക്സ്, എ ഡാഷ് ഓഫ് ബുക്സ്. പൈൽ ഓഫ് ബുക്സ്, എ പൈൽ ഓഫ് ബുക്സ്. എ ഡാഷ് ഓഫ് ഷിപ്സ്, എ ഡാഷ് ഓഫ് ഷിപ്സ്. ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. എ ഡാഷ് ഓഫ് ഹോഴ്സസ്, എ ഡാഷ് ഓഫ് ഹോഴ്സസ്. സ്റ്റഡ് ഓഫ് ഹോഴ്സസ്, സ്റ്റഡ് ഓഫ് ഹോഴ്സസ്. എ ഡാഷ് ഓഫ് ലേഡീസ്, എ ഡാഷ് ഓഫ് ലേഡീസ്. ബെവി ഓഫ് ലേഡീസ്, എ ബെവി ഓഫ് ലേഡീസ്. എ ഡാഷ് ഓഫ്
people. A dash of people. A crowd of people. A crowd of people. A dash of violent people. ഈ ആളുകൾ അക്രമാസക്തരായി വരികയാണെങ്കിൽ ഡാഷ് ഓഫ് വയലന്റ് പീപ്പിൾ എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയാം? മോബ് എന്ന് പറയാം. എ മോബ് ഓഫ് വയലന്റ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്യാങ് എന്ന് പറയാം. മോബ് അല്ലെങ്കിൽ ഗ്യാങ് എന്ന് പറയാം. ഓക്കെ, എ ഗ്യാങ് ഓഫ് വയലന്റ് പീപ്പിൾ. എ ഡാഷ് ഓഫ് ബേർഡ്സ്. എ ഡാഷ് ഓഫ് ബേർഡ്സ്. ഫ്ലോക്ക് എന്ന് പറയാം. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. എ ഡാഷ് ഓഫ് എലിഫന്റ്സ്. എ ഡാഷ് ഓഫ് എലിഫന്റ്സ്. ഹേർഡ് ഓഫ് എലിഫന്റ്സ്. എ ഹേർഡ് ഓഫ് എലിഫന്റ്സ്. HERD, ഹേർഡ് ഓഫ് എലിഫന്റ്സ്. പതാമത്തത് എ ഡാഷ് ഓഫ് ജഡ്ജസ്. എ ഡാഷ് ഓഫ് ജഡ്ജസ്. ബെഞ്ച് ഓഫ് ജഡ്ജസ്. ബെഞ്ച് ഓഫ് ജഡ്ജസ്. ബെഞ്ചിന്റെ സ്പെല്ലിംഗ് BENCH, ബെഞ്ച് എന്നാണ്. ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന്റെ ആണെങ്കിൽ BUNCH എന്നാണ് ബെഞ്ച്. ഫ്ലവേഴ്സിന്റെ ആണെങ്കിൽ ബെഞ്ച് BUNCH. ഇത് BENCH, ബെഞ്ച് ഓഫ് ജഡ്ജസ്. 31ാം ചോദ്യം നോക്കാം. എ ഡാഷ് ഓഫ് മങ്കീസ്. എ ഡാഷ് ഓഫ് മങ്കീസ്. എ ട്രൈബ് ഓഫ് മങ്കീസ്. എ ട്രൈബ് ഓഫ് മങ്കീസ്. എ ഡാഷ് ഓഫ് ഡോഗ്സ്. എ പാക്ക് ഓഫ് ഡോഗ്സ്. എ പാക്ക് ഓഫ് ഡോഗ്സ്. എ ഡാഷ് ഓഫ് സ്ട്രേ ഡോഗ്സ്. സ്ട്രേ ഡോഗ് എന്ന് വെച്ചാൽ തെരുവ് നായ. എ ഡാഷ് ഓഫ് സ്ട്രേ ഡോഗ്സ്. അതിന്റെ ആൻസർ എന്താണ്? എ പാക്ക് ഓഫ് സ്ട്രേ ഡോഗ്സ്. എ പാക്ക് ഓഫ് സ്ട്രേ ഡോഗ്സ്. എ ഡാഷ് ഓഫ് കീസ്. എ ഡാഷ് ഓഫ് കീസ്. താക്കോൽ കൂട്ടത്തെ എന്ത് പറയും? എ ബഞ്ച് ഓഫ് കീസ്. എ ബഞ്ച് ഓഫ് കീസ്. ഈ ബഞ്ച് തന്നെയാണ് നമ്മൾ ഫ്ലവേഴ്സിനും യൂസ് ചെയ്യുന്നത് കേട്ടോ. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ബഞ്ച് ഓഫ് കീസ്. അടുത്ത എ ഡാഷ് ഓഫ് ഡയറക്ടേഴ്സ്. എ ഡാഷ് ഓഫ് ഡയറക്ടേഴ്സ്. എ ബോർഡ് ഓഫ് directors. A board of directors. A dash of owls. A dash of owls. Parliament of owls. Parliament of owls. A parliament of owls. കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ഏകദേശം ഭൂരിഭാഗം ചോദ്യങ്ങൾ നമ്മളിപ്പം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് നൗൺ ഏതാണെന്ന് നോക്കാം. മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ. എന്താണ് മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലിന്റെ പേര്. അതാണ് മെറ്റീരിയൽ നൗൺ. ഒരു വസ്തു നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലിന്റെ പേരിനെയാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. അത് മെറ്റീരിയൽ ഓർ സബ്സ്റ്റൻസ് ഫ്രം വിച്ച് തിങ്സ് ആർ മെയ്ഡ്. ഒരു വസ്തു നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണോ അല്ലെങ്കിൽ എന്ത് സബ്സ്റ്റൻസ് കൊണ്ടാണോ അതിനെ നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയും. അപ്പോൾ ഒന്നുമില്ല, ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്. ഇത് കാണാതെ പഠിക്കുക. മെറ്റീരിയൽ നൗണിന് ഈ ഒരു എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ നൗൺ. അപ്പോൾ ഗോൾഡ്, അയൺ, ലെതർ, റബ്ബർ. ഗോൾഡ്, അയൺ, ലെതർ, റബ്ബർ. ഇവ എന്തിനുദാഹരണമാണ്? മെറ്റീരിയൽ നൗണിന് ഉദാഹരണമാണ്. അപ്പൊ ചോദ്യത്തിൽ ഗോൾഡ് എന്നോ അയൺ എന്നോ ലെതർ എന്നോ റബ്ബർ എന്നോ വന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് നൗണിന് ഉദാഹരണമാണ്? മെറ്റീരിയൽ നൗണിന് ഉദാഹരണമാണ്. 5ാമത്തെ നൗൺ നോക്കാം. അബ്സ്ട്രാക്റ്റ് നൗൺ. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൗണാണ് ഈ അബ്സ്ട്രാക്റ്റ് നൗൺ. PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും അബ്സ്ട്രാക്റ്റ് നൗണാണ്. നോക്കാം, എന്താണ് അബ്സ്ട്രാക്റ്റ് നൗൺ? ആൻ ഐഡിയ, ഒരാശയം അല്ലെങ്കിൽ ക്വാളിറ്റി, ഒരാളുടെ ഗുണം. സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഒരാളുടെ അവസ്ഥ. ഓർ ഇമോഷൻ, വികാരം. അപ്പോൾ ഒരാശയത്തെയോ ഒരു ഗുണത്തെയോ അവസ്ഥയെയോ വികാരത്തെയോ സൂചിപ്പിക്കുന്ന നാമങ്ങളെ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയും. ഈ അബ്സ്ട്രാക്റ്റ് നൗൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്പർശിക്കാൻ കഴിയത്തില്ല. ഇറ്റ് കനോട്ട് ബി ടച്ച്ഡ്. ഇത് നമുക്ക് തൊടാൻ, സ്പർശിക്കാൻ സാധിക്കത്തില്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി ഫെൽറ്റ്. ഇത് അനുഭവിക്കാൻ മാത്രമേ സാധിക്കൂ. അപ്പൊ അബ്സ്ട്രാക്റ്റ് നൗൺ നമുക്ക് അനുഭവിക്കാൻ മാത്രമേ സാധിക്കൂ. ഇറ്റ് ക്യാൻ ഓൺലി ബി ഫെൽറ്റ്. ഓക്കെ, ഇതിന്റെ ഉദാഹരണം പഠിച്ചു വെച്ചേക്കുക. ലവ്, ആങ്കർ, ഫിയർ, കൈൻഡ്നെസ്, പേഷ്യൻസ്, ഫ്രീഡം, ബ്യൂട്ടി,
കറേജ്. ലവ് ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ ഉദാഹരണമാണ്. ആങ്കർ, ഫിയർ ഇവയെല്ലാം അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. കൈൻഡ്നെസ് ദയ, പേഷ്യൻസ് ക്ഷമ, ഫ്രീഡം സ്വാതന്ത്ര്യം, ബ്യൂട്ടി സൗന്ദര്യം, കറേജ് ധൈര്യം. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഈ വേർഡെല്ലാം അബ്സ്ട്രാക്റ്റ് നൗണിന് ഉദാഹരണമാണ്. ഒന്നുകൂടെ പറയാം. ലവ്, ആങ്കർ, ഫിയർ, കൈൻഡ്നെസ്, പേഷ്യൻസ്, ഫ്രീഡം, ബ്യൂട്ടി, കറേജ്. ഇവ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് നൗൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? അബ്സ്ട്രാക്റ്റ് നൗൺ ആണെന്ന് എഴുതണം. നൗണുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് നൗണുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്യാം. ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.